Youth for Christ. ഇത് കോഴിക്കോട് ജില്ലയിലെ പുല്ലൂരാംപാറ പ്രദേശത്തെ കൊടക്കാട്ടുപാറ മലമ്പ്രദേശം. ദൈവരാജ്യത്തിനു വേണ്ടി ജീവിതമർപ്പിച്ച ഒരു യുവാവിൻ്റെ ഭവനത്തിലേക്കുള്ള സാഹസിക യാത്ര. മലമുകളിൽ പണിയപ്പെട്ട നഗരത്തിന് മറഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന യേശുവചനത്തിൻ്റെ ഉൾപ്പൊരുൾ തിരിച്ചറിയാൻ ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം നമ്മെ സഹായിക്കും. ബാല്യകാലം മുതൽ ദുർഘടമായ പാതകൾ താണ്ടി പഠനത്തിൽ മികവ് പുലർത്തി ബിരുദവും ഹോട്ടൽ മാനേജ്മെന്റിൽ ഡിപ്ലോമ കോഴ്സും പൂർത്തിയാക്കിക്കൊണ്ട് ആത്മീയതയുടെ പടവുകൾ കയറാൻ സഹായകരമായതും സാഹസികത നിറഞ്ഞ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ്. ജീവിതത്തിൽ ഏതു ത്യാഗവും ഏറ്റെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നതും കുഞ്ഞുനാളിൽ കിട്ടിയ പരിശീലനമാണ്. യേശുവിനെ കണ്ടുമുട്ടിയതു മുതൽ ജീവിതത്തിൽ വന്ന വ്യതിയാനങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവെക്കപ്പെടുമ്പോൾ യേശുവിനായി ജീവിക്കുന്നതിൻ്റെ മാധുര്യം നമുക്കിവിടെ തിരിച്ചറിയാം. ദൈവാശ്രയത്വവും കഠിനാധ്വാനവും ജീവിതശൈലിയാക്കി മാറ്റിയ മാതാപിതാക്കളോടൊപ്പം ഇന്നും അധ്വാനിക്കുവാൻ മടി കാണിക്കാത്ത ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം വേറിട്ട വഴികളിലൂടെയാണ്. തന്നെ വിദ്യാസമ്പന്നനാക്കിയ മാതാപിതാക്കളാണ് താൻ നേടിയ വിദ്യയേക്കാൾ ശ്രേഷ്ഠരെന്ന തിരിച്ചറിവും ഈ അധ്വാനത്തിൻ്റെ പിന്നിലുണ്ട്. +2 കാലഘട്ടത്തിൽ യേശുവിനെ അനുഭവിച്ചതു മുതൽ അവിടുത്തെ ഹിതം നിറവേറ്റാൻ പരിശ്രമിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ജീവിതം അപ്രതീക്ഷിത വഴികളിലൂടെയുള്ള സഞ്ചാരമായി. ലോകമോഹങ്ങൾ തന്നെ വേട്ടയാടുന്നു എന്ന് മനസ്സിലാക്കിയ ഈ ചെറുപ്പക്കാരൻ ലോകം വെച്ചു നീട്ടിയ സൗഭാഗ്യങ്ങൾ ദൂരെ എറിയുവാൻ മടി കാണിച്ചില്ല. സംശുദ്ധമായ തൊഴിൽ മേഖല അന്വേഷിച്ചിറങ്ങിയ ഇദ്ദേഹം ചെന്നെത്തിയത് തെങ്ങുകയറ്റ തൊഴിലിലാണ്. കാർഷിക മേഖലയിൽ തെങ്ങുകയറ്റം പോലുള്ള ജോലി ചെയ്യാൻ ആളുകൾ കുറവാകുന്ന ഈ കാലഘട്ടത്തിൽ തൊഴിലിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞ് സങ്കീർണമായ ഈ മേഖലയിലേക്ക് കാലെടുത്തു വെച്ചു. ദൈവം തന്ന ആരോഗ്യം അധ്വാനിക്കുവാനും അതിലുപരി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമുള്ളതാണെന്ന് ഈ യുവാവ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആശാരിപ്പണി ചെയ്ത് ജീവിച്ച യേശുവിനെ സ്വന്തമാക്കുന്നവർക്കാണ് തൊഴിലിൻ്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ് മുന്നേറാൻ സാധിക്കൂ എന്ന് ഈ യുവഹൃദയം നമ്മോട് പറയുന്നു. താൻ പഠിച്ച മേഖലയിൽ ജോലി ലഭിക്കുന്നതുവരെ
വെറുതെ പാഴാക്കാനുള്ളതല്ല ഈ ജീവിതമെന്ന് ജോമേഷ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഒരു തൊഴിലിനു വേണ്ടി അനേക വാതിലുകൾ മുട്ടി നിരാശപ്പെടുന്ന ജീവിതങ്ങൾക്ക് ജോമേഷിന്റെ മാതൃക ഒരു പ്രചോദനമാണ്. മനസ്സുവെച്ചാൽ തങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്ന വിശാലമായ വാതായനങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ കഴിയുമെന്ന് ഈ ചെറുപ്പക്കാരൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ജോലിക്കിടയിൽ പ്രാർത്ഥിക്കാനും കിട്ടുന്ന സമയങ്ങളിൽ വ്യക്തിപരമായി കർത്താവിൻ്റെ അടുക്കലിരിക്കുവാനും ഈ ചെറുപ്പക്കാരന് സാധിക്കുന്നത് ആത്മീയതയിൽ നിന്നും ലഭിക്കുന്ന ആന്തരിക ആനന്ദമാണ്. ഒരു യുവാവിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അവൻ ദൈവത്തോട് കൂടെ ഇരിക്കുമ്പോഴാണ്. ഹൃദയത്തിൽ യേശുവിന് സ്ഥാനം കൊടുക്കുന്ന ചെറുപ്പക്കാർക്ക് ഏത് സാഹചര്യത്തിലും ആനന്ദിക്കാൻ കഴിയുമെന്നാണ് ജോമേഷിന്റെ സാക്ഷ്യം. യേശു സ്പർശിച്ച ഏതൊരു വ്യക്തിയിലും സമൃദ്ധിയുടെ ഫലങ്ങൾ കാണാൻ കഴിയും. എല്ലായിടത്തും സജീവമായി നിലകൊള്ളാൻ കഴിയുന്നത് സമൃദ്ധമായ ദൈവിക ജീവൻ കൈവരിക്കുന്നവർക്കാണ്. ജോമേഷിന്റെ ജീവിതത്തിന്റെ സമൃദ്ധിയുടെ പിന്നിലും യേശുവിലുള്ള ആഴമായ വിശ്വാസമാണ്, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ഇതാണ് എൻ്റെ ദേവാലയം, എൻ്റെ ഇടവക ദേവാലയം. ഇവിടെയാണ് എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും എൻ്റെ പ്രെയർ ഗ്രൂപ്പുകളും KCVന്റെ പരിപാടികളും ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ നല്ലൊരു പ്രെയർ ഗ്രൂപ്പ്, യുവജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഒരുപാട് സ്നേഹങ്ങൾ പങ്കുവെച്ച് കർത്താവിനോട് ഒന്നിച്ചേർന്ന് ജീവിക്കുകയും ചെയ്യുന്ന ഒരു പ്രെയർ ഗ്രൂപ്പ് ഞങ്ങൾക്ക് ഇവിടെയുണ്ട്. ഈ ധ്യാനത്തിലൂടെ കിട്ടിയ ദൈവാനുഭവം തുടർന്നുകൊണ്ട് പോകാൻ എന്നെ സഹായിച്ചത് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇടവകയിലുള്ള ഈ പ്രെയർ ഗ്രൂപ്പ് തന്നെയാണെന്ന് തോന്നുന്നു. ഇവിടെ ഒന്നിച്ചു കൂടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ കൂടുതൽ ആത്മീയമായിട്ട് വളരുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. KCVന്റെ ഒരു വർഷത്തെ പ്രവർത്തന രൂപരേഖ തന്നെ ഞങ്ങളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരുപാട് ഭംഗിയായിട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം തന്നെ ഞങ്ങൾ KCVന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ യുവജനങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് തന്നെ. അതുപോലെ തന്നെ ഞങ്ങൾ ദേവാലയങ്ങൾ വൃത്തിയാക്കുന്ന കാര്യങ്ങളും തെങ്ങിൻ്റെ ചുവട്ടിൽ വളവിടുന്ന കാര്യങ്ങളും പൂത്തോട്ടം നിർമ്മിക്കുന്ന കാര്യങ്ങളും ഒക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ട് വരുന്നു. അതിലൊക്കെ ഉപരിയായിട്ട് ഞങ്ങൾ പല സമയങ്ങളിലും അനാഥാലയങ്ങളും വൃദ്ധമന്ദിരങ്ങളും ഒക്കെ സന്ദർശിക്കുന്നു. പിന്നെ ഒരു കഴിവുകളില്ലാത്ത ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക സഹായം നൽകുക, അതുപോലെ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ മേടിച്ചു കൊടുക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇടവകയിലെ KCV പ്രസിഡൻ്റ് ആകുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു. എത്രത്തോളം പ്രവർത്തിക്കാൻ സാധിക്കുമെന്നോ എത്രത്തോളം ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെയുള്ള യുവജനങ്ങളുടെ സ്നേഹവും ഐക്യവും പ്രവർത്തന ശൈലിയുമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാവുന്നു, ഒരുപാട് കാര്യങ്ങൾ ഇവിടെയുള്ള സമൂഹത്തിന് വേണ്ടിയും
ഇവിടുത്തെ ഇടവയ്ക്ക് വേണ്ടിയുമൊക്കെ ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ കാരുണ്യവാനായ ദൈവത്തിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കാൻ ശ്രമിക്കുകയാണ് ഈ ചെറുപ്പക്കാരുടെ കൂട്ടം. ആത്മീയതയുടെ അടിത്തറയിൽ ഉറച്ചു നിന്നാൽ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഏറെ ഫലം പുറപ്പെടുവിക്കുവാൻ കഴിയുമെന്നും ഈ ചെറുപ്പക്കാരുടെ പ്രവൃത്തികൾ തെളിയിക്കുന്നു. നന്മ ചെയ്യാനുള്ള അനന്ത സാധ്യതകളെ നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുകയാണ് പുല്ലൂരാംപാറയിലെ യുവജന സമൂഹം. ദൈവസ്നേഹം ഹൃദയങ്ങളിൽ നിറയുന്നവർക്ക് അയൽക്കാരനെ പരിഗണിക്കാതിരിക്കാൻ കഴിയില്ല. കഷ്ടപ്പെടുന്നവരെ തള്ളിക്കളയാനാവില്ല. വീടുകളിൽ വലിച്ചെറിയപ്പെടുന്നതും ഉപയോഗശൂന്യവുമായ പാഴ്വസ്തുക്കളെ ശേഖരിച്ച് ഇതിൽ നിന്നും കിട്ടുന്ന വരുമാനം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഇവർ ചെലവഴിക്കുന്നു. യുവഹൃദയങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ എത്രമാത്രം നന്മകൾ കൈവരിക്കാൻ കഴിയുമെന്ന് പുല്ലൂരാംപാറയിലെ ചെറുപ്പക്കാർ തെളിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യുവജനങ്ങളാണ് സഭയുടെ നട്ടെല്ല്. യുവജനങ്ങളിൽ ഒത്തിരിയേറെ നന്മകൾ അടങ്ങിയിട്ടുണ്ട്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ഒത്തിരിയേറെ നേട്ടങ്ങൾ സഭയ്ക്ക് കൈവരിക്കാനാവും. നമ്മുടെ പുല്ലാമ്പാറ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ജീസസ് യൂത്തും KCYയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജോമേഷിൻ്റെ നേതൃത്വത്തിലുള്ള യുവജനങ്ങൾ അത് വളരെ മനോഹരമായിട്ട് കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കുന്നു. അവർ നന്നായിട്ട് കൊണ്ടുപോകുന്നുമുണ്ട്. പുല്ലൂരാംപാറ ഇടവകയിലെ ഈ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. വിശുദ്ധ കുർബാനയിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു ഊർജ്ജവും ശക്തിയുമാണ് അവരെ അവരുടെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങുവാനായിട്ട് അവരെ സഹായിക്കുന്നത്. പുല്ലൂരാംപാറ ഇടവകയിലെ യുവജനങ്ങൾ ഈ ദിവസങ്ങളിൽ എല്ലാ വീടുകളും കയറി ഇറങ്ങി ആക്രി സാധനങ്ങൾ പെറുക്കി അതിൽ നിന്നും കിട്ടുന്ന വരുമാനം അവർ ഈ ഇടവകയിലെ തന്നെ പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഉള്ള ആ വലിയ മനസ്സ് തന്നെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇവരെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ സന്തോഷവും അഭിമാനവുമുണ്ട്. ദേവാലയത്തിന്റെ പരിസരങ്ങളെ മനോഹരമാക്കി സൂക്ഷിക്കുന്നതിന്റെ പിന്നിലും യുവജനങ്ങളുടെ നന്മയുള്ള ഹൃദയഭാവങ്ങളുണ്ട്. ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി സൃഷ്ടപ്രപഞ്ചത്തിലൂടെ വെളിവാക്കപ്പെടുന്നു എന്നതിനാൽ ഓരോ ചെടിയും ഗ്രോട്ടോയിൽ നടുന്നതിൽ ഇവർ ഉത്സുകരാകുന്നു. വികാരി അച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും നേതൃത്വത്തിൽ ജോമേഷും കൂട്ടരും ഏറ്റെടുക്കുന്ന ഇത്തരം പ്രവൃത്തികൾ സുവിശേഷ പ്രഘോഷണത്തിന്റെ വേദികളാവുകയാണ്. സ്നേഹക്കൂട്ടായ്മകൾ രൂപപ്പെടുന്നിടത്താണ് നല്ല തീരുമാനങ്ങൾ ഉണ്ടാവുക. നല്ല തീരുമാനങ്ങളാണ് നന്മയുടെ വഴികൾ തുറക്കാൻ കാരണമാകുക. സൗഹൃദങ്ങളെ വിശുദ്ധമാക്കുന്ന ചെറുപ്പക്കാരുടെ സമൂഹം സൃഷ്ടിക്കപ്പെടുവാൻ ഇത്തരം സംഗമങ്ങൾ ആവശ്യമാണെന്ന് ഇവർ നമ്മെ പഠിപ്പിക്കുന്നു. കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും പര്യാലോചനകളുടെയും ഫലമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ. സൗഹൃദത്തിൻ്റെ ശക്തി
മനുഷ്യ നന്മയ്ക്കായി മാറ്റാൻ കഴിയുമ്പോഴാണ് സാഹോദര്യത്തിന്റെ മനോഹാരിത വെളിവാക്കപ്പെടുന്നത്. ഇവിടത്തെ കൂട്ടായ്മകൾ ആത്മീയ അടിത്തറയിൽ പണിയപ്പെടുന്നതുകൊണ്ടാണ് യഥാർത്ഥ ദിശാബോധത്തിലേക്ക് ഈ യുവഹൃദയങ്ങൾ എത്തിച്ചേരുന്നത്. ഡിഗ്രിക്ക് ശേഷം ഞാൻ ഒരു വർഷം ചേർത്തലയിൽ ഫുൾ ടൈംഷിപ്പ് ചെയ്യുകയുണ്ടായി. 40 ദിവസത്തെ ട്രെയിനിങ്ങോട് കൂടിയിട്ടാണ് ഫുൾ ടൈംഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫുൾ ടൈംഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വർഷം കർത്താവിന് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ പല പല സ്ഥലങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലും സൗത്ത് ഇന്ത്യയിലും അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ കർത്താവിന് വേണ്ടി കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് വീടും അവരുടെ ജീവിത സാഹചര്യങ്ങളും എല്ലാം വിട്ട് ഒരു വർഷത്തേക്ക് അവിടെ ചേർന്ന് നിന്ന് കർത്താവിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു സമയമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു ജീവിത കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈംഷിപ്പ് എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല ട്രെയിനിങ്ങുകളിൽ ഒന്നായിരിക്കാം ഫുൾ ടൈംഷിപ്പ്. കാരണം ജീവിതത്തിൽ ഒന്നുമില്ലാതെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ കൊണ്ടുപോകാതെ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് പ്ലേസിലേക്ക് ചെല്ലുകയും അവിടെ ഒരു വർഷം കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി മാത്രം വേല ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തെ ഫുൾ ടൈംഷിപ്പ് എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ 40 ദിവസത്തെ ട്രെയിനിങ് ആണ്. ആ ഒരു ട്രെയിനിങ്ങിൽ നമ്മൾ പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുമായിട്ട് ഒന്നിച്ച് ചേർന്ന് ഇടപഴകി ജീവിക്കുകയും അതിനുശേഷം കേരളത്തിലും പലരും കേരളത്തിൻ്റെ പുറത്തേക്കും ഒക്കെ ആയിട്ട് പോകും. എനിക്ക് കിട്ടിയ കമ്മിറ്റ്മെൻറ്റ് പ്ലേസ് എന്ന് പറയുന്നത് ചേർത്തലയാണ്. ചേർത്തല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവരുടെ മുക്കുവരുടെ ഒരു ഏരിയ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവിടെ കൂടുതൽ സമയം ഞാൻ താമസിച്ചത് അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യങ്ങൾ കിട്ടിയത് മുക്കുവന്മാരുടെ വീടുകളിലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരുപാട് മീൻ വിഭവങ്ങൾ അവിടെ നിന്ന് കഴിക്കാൻ സാധിച്ചു എന്നുള്ളതൊരു പ്രത്യേകത തന്നെയാണ്. കാരണം പലതരത്തിലുള്ള വെറൈറ്റി ആയിട്ട് ഇത്രത്തോളം വെറൈറ്റി ആയിട്ട് മീനുകളുണ്ട് എന്ന് തന്നെ അറിയുന്നത് ആ ഒരു ജീവിത സാഹചര്യത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ. ശരിക്കും ഫുൾ ടൈംഷിപ്പ് ജീവിത കാലഘട്ടത്തിലെ ഒരു പ്രത്യേക അനുഭവത്തിലൂടെയാണ് എന്നെയൊക്കെ കൊണ്ടുപോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാൽ പല ദിവസങ്ങളിലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും ഒരു 5 പൈസ പോലും കിട്ടാത്ത ദിവസങ്ങളുണ്ട്. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ വണ്ടിക്കൂലി ഇല്ലാതെ കിലോമീറ്ററുകളോളം നടക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ചിലപ്പോഴും വഴി സൈഡിലൊക്കെ നിൽക്കുമ്പോൾ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ കൈ കാണിച്ചൊന്ന് കൊണ്ടുവരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കുന്ന ആ ഒരു സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് വണ്ടി കിട്ടുകയും പ്രാർത്ഥിച്ച് നടക്കുമ്പോൾ നമ്മളെ ദൈവം സഹായിക്കുന്ന അല്ലെങ്കിൽ ദൈവം നമ്മളുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുന്ന ആ ഒരു സാഹചര്യങ്ങളിലാണ് ഫുൾ ടൈംഷിപ്പിൻ്റെ ആ ഒരു സാഹചര്യങ്ങളിലായിരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ദൈവാശ്രയബോധം വളർത്തിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളത് തീർച്ചയായിട്ടും ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇന്നും എനിക്ക് ആ ഒരു ഉറപ്പുണ്ട്. കാരണം എന്ത് കാര്യം വന്നു കഴിഞ്ഞാലും എൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ മുഴുവൻ കർത്താവിൻ്റെ കൂടുതലുണ്ട്. എനിക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അത് കറക്റ്റ് ടൈമിൽ എൻ്റെ കർത്താവ് എനിക്ക് തരും എന്നുള്ള കാര്യവും എനിക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട് ഈ അവരുടെ ഒരു വിശ്വാസവും അവരുടെ ആ ഒരു നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല കാര്യങ്ങളും സംഭവിക്കും എന്നുള്ള അവരുടെ ആ വിശ്വാസമൊക്കെ കാണുമ്പോൾ എൻ്റെ വിശ്വാസം വളരാനും അത് ശരിക്കും ഒരു അടിത്തറ പാകി തന്നിട്ടുണ്ട് ഈ ഫുൾ ടൈംഷിപ്പിലെ പല കാര്യങ്ങളും. നമ്മളുടെ ഇന്നത്തെ ദിവസത്തെ മുഴുവനും നമുക്കൊന്ന് സമർപ്പിക്കാം. നമ്മൾ ചെയ്യാൻ പോകുന്ന സ്കിറ്റിനെയും നമ്മുടെ ദൗത്യത്തെയും ഒക്കെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് യേശു നൽകുന്ന സമഗ്ര വിമോചനത്തിന്റെ അനുഭവങ്ങൾ നെഞ്ചിലേറ്റി കലാപരമായ പരിശീലനങ്ങൾക്ക് ജോമേഷ് നേതൃത്വം നൽകുന്നു. കലയിലൂടെ യേശു സ്നേഹത്തിൻ്റെ ആശയങ്ങളെ മനുഷ്യഹൃദയങ്ങളിൽ എത്തിക്കാൻ ഈ ഇടവകയിലെ യുവജനങ്ങൾ ഒറ്റക്കെട്ടാവുന്നു. ദൃശ്യാവതരണത്തിലൂടെ മനുഷ്യഹൃദയങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന നന്മകളെ ഉണർത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. ആനന്ദപൂർണതയ്ക്ക് കാരണമാകുന്നതും നല്ല ആശയങ്ങളെ നെഞ്ചിലേറ്റുമ്പോഴാണ്. കലാപരമായ കഴിവുകളും യേശുരാജ്യത്തിനായി ഇവിടെ പങ്കുവെക്കപ്പെടുന്നു. ഇതിന് നേതൃത്വം കൊടുക്കാൻ ജോമേഷിന്റെ ഹൃദയത്തെ പ്രചോദിപ്പിക്കുന്നതും യേശുവിൻ്റെ സ്നേഹമാണ്.
ഇന്നത്തെ യുവജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അടിപൊളിയായിട്ടും ഒരുപാട് എനർജറ്റിക് ആയിട്ടും ഒക്കെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. പലരും വിചാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂത്ത് വിചാരിക്കുന്ന ഒരു സംഭവമുണ്ട്, കർത്താവിനോടൊപ്പം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യേശുവിനോടൊപ്പം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും സാധിക്കില്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷേ ഞാനിങ്ങനെ വിചാരിക്കുന്നു, അല്ലെങ്കിൽ യൂത്തിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിനോട് ഒപ്പം നിന്ന് ജീവിക്കുന്നതാണ് ജീവിതത്തിലെ അടിപൊളി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്ന ഒരു സാഹചര്യം. അത് നമുക്ക് ജീവിതത്തിൽ തരുന്ന ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു മനസ്സ്വാതന്ത്ര്യം, ടെൻഷൻ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ തരുന്നത് കർത്താവിനോടൊപ്പം നിന്നുകൊണ്ടുള്ള ജീവിതം തന്നെയാണ്. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എത്ര അടിച്ചു പൊളിച്ചാലും എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒക്കെ കർത്താവിനോടൊപ്പം നിന്നുകൊണ്ട് വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഏതൊരു ക്രിസ്ത്യാനിയുടെയും, അല്ലെങ്കിൽ ഏതൊരു യൂത്തിൻ്റെയും ജീവിതം ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകുന്നത് എനിക്ക് തീർച്ചയായിട്ടും എന്നെനിക്ക് എല്ലാവരോടും പറയാൻ കഴിയും. യേശുവിനെ തിരിച്ചറിയുന്ന ജീവിതങ്ങൾക്കാണ് ഉയർച്ചയുടെ പടവുകൾ കയറാനാവുന്നത്. ദൈവത്തിൽ എത്തിച്ചേരാനുള്ള ഉറച്ച കാലടികൾ സംജാതമാകുന്നതും യേശു സ്നേഹം ഹൃദയത്തിൽ നിറയുമ്പോഴാണ്. യേശുവിനെ അറിഞ്ഞവർക്കാണ് യഥാർത്ഥ വഴികളെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. സ്വർഗീയ വഴികളിലെ പടവുകളിൽ ഇവരോടൊപ്പം നമുക്കും ചേരാം ദൈവരാജ്യത്തിന്.